Good morning, students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വൺ ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ Q ഇസ് ഈക്വൽ ടു A1 V1 ഇസ് ഈക്വൽ ടു A2 V2 അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെറിവേഷനാണ് എൻ്റെ കൂടെ തന്നെ എഴുതി പോയിക്കോട്ടോ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അതിൽ റേറ്റ് ഓഫ് ഫ്ലോ Q ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. ആൻഡ് ഒരു പർട്ടിക്കുലർ പൈപ്പിൽ അല്ലെങ്കിൽ ചാനലിൽ ഏത് പോർഷനിൽ എടുത്താലും Q വിൽ ബി സെയിം. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ദാറ്റ് ഈസ് അറ്റ് എ സെക്ഷൻ 1 ആൻഡ് 2 A1 V1 is equal to A2 V2. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 1 ഡയമെൻഷണൽ ഫ്ലോ. ഓക്കെ, ഇനി ഇതേ ഇക്വേഷൻ 3 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 3 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ഡയമെൻഷണൽ ഫ്ലോ നമുക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവുള്ളൂ. എക്സ് ഡയറക്ഷനിലുള്ള ഒരു വെലോസിറ്റി മാത്രമേ നമുക്ക് 1 ഡയമെൻഷണൽ ഫ്ലോയിൽ ഉണ്ടാവുള്ളൂ. 3 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിലും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും, എക്സ് ഡയറക്ഷനിലും വെലോസിറ്റി ഉണ്ടാവും, വൈ ഡയറക്ഷനിലും വെലോസിറ്റി ഉണ്ടാവും, സെഡ് ഡയറക്ഷനിലും വെലോസിറ്റി ഉണ്ടാവും. ഈ 3 വെലോസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വരിക എന്നാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇസ് യു ഈസ് ദി വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. ഓർത്ത് വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വി ഇസ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് W is the velocity in Z direction. ഓക്കെ, ഇനി ഞാൻ ഈ പൈപ്പിൻ്റെ ഒരു പോർഷൻ ഞാൻ ഐസൊലേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഐസൊലേറ്റ് ചെയ്ത പോർഷൻ നമ്മൾ കൺട്രോൾ വോളിയം എന്നൊക്കെ പറയും. ഓക്കെ, ഈ ഐസൊലേറ്റ് ചെയ്ത പോർഷൻ ഞാൻ സെപ്പറേറ്റ് വരക്കാണ്. ഇതാണ് നിങ്ങൾ എക്സാമിന് വരക്കേണ്ട ഫിഗർ, ഈ സെപ്പറേറ്റ് ചെയ്ത ഫിഗർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഞാൻ വരക്കാൻ പോകുന്നത്. ഇങ്ങനൊരു ഫേസ് ഉണ്ടാവും, പിന്നെ ഇങ്ങനൊരു ഫേസ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പൈപ്പിലൂടെ പോകുന്നൊരു സെക്ഷനെ ഞാൻ വരച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഫ്ലൂയിഡിൻ്റെ സെക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ്റെ ഈ ഡയറക്ഷൻ ഇസ് എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഇസ് യു ആൻഡ് ഈ ഡയറക്ഷൻ ഇസ് വൈ ആൻഡ് ദിസ് ഡയറക്ഷൻ ഇസ് സെഡ്. അപ്പോൾ 3 ഡയറക്ഷനും മാർക്ക് ചെയ്യുക, എക്സ്, വൈ ആൻഡ് സെഡ്. നൗ വി ആർ കൺസിഡറിങ് ഫ്ലോ ഇൻ എക്സ് ഡയറക്ഷൻ ഓൺലി. അപ്പോൾ ഈ ഒരു ക്യൂബ് പോലെയാണ് നമ്മൾ ഈ കൺട്രോൾ വോളിയം 3 ഡയമെൻഷനിൽ വരച്ചൊരു ക്യൂബ് പോലെയാണ് ഉണ്ടാവുക. ആ ക്യൂബിന് ഞാൻ ഓരോ പേര് കൊടുക്കുകയാണ്. ഓരോ എഡ്ജിനും A, B, C, D. ഈ ഒരു എഡ്ജിന് A, B, C, D എന്ന് പേര് കൊടുത്തു. പിന്നെ ഈ ഒരു എഡ്ജിന് E, F, G, H എന്ന് പേര് കൊടുത്തു. ഓക്കെ, E, F, G, H, A, B, C, D. പിന്നെ ഈ രണ്ട് E, F, G, H. ഓക്കെ, അപ്പോൾ നമ്മളിന് എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫ്ലോ കൺസിഡർ ചെയ്യാം. നമ്മൾ ഈ A ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അത് A, B, C, D സൈഡിലൂടെ എൻ്റർ ചെയ്യും ഫ്ലൂയിഡ്. ദെൻ E, F, G, Hയിലൂടെ പുറത്തേക്ക് പോകും. ഓക്കെ, അത് ഈ കൺട്രോൾ വോളിയമാണ് നമ്മൾ എടുത്ത് ഇവിടേക്ക് വരച്ചേക്കുന്നത്. A, B എന്ന് പറയുന്ന സൈഡ് ഇതാണ്, E, F എന്ന് പറയുന്ന സൈഡ് ഇതാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷൻ കൺസിഡർ ആണെങ്കിൽ ഫ്ലോ A, B, C, D സൈഡിലൂടെ എൻ്റർ ചെയ്യും, E, F, G, Hയിലൂടെ പുറത്തേക്ക് പോകും. ഇങ്ങനെ പുറത്തേക്ക് പോകും നമ്മളെ കൺട്രോൾ പോലെ കൺസിഡർ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ A, B, C, D പോർഷനിലൂടെ പുറത്തേക്ക് പോകുന്ന എമൗണ്ട് ഓഫ് വാട്ടർ, അതിന് നമുക്ക് മാസ് ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് സൈഡ് AB, മാസ് ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് സൈഡ് AB or face ABCD എന്ന് എഴുതാം. ഫേസ് എഴുതിക്കോ, സൈഡിൽ നിന്ന് എഴുതണ്ട. ഫേസ് ABCD is equal to, if density of
the liquid is rho, and velocity നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, rho into velocity in the x direction into area. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മാസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡെൻസിറ്റി, ജസ്റ്റ് നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാസ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു എന്താ മാസ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, മാസ് ബൈ വോള്യം. നമുക്ക് വേണ്ട എന്താ, മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് ABCD. അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഈസ് ഈക്വൽ ടു മാസ് ഡെൻസിറ്റി റോ ഇൻറ്റു വോള്യം എന്ന് എഴുതാം ഇല്ലേ. വോള്യം മാസ് ഡെൻസിറ്റി നമ്മൾ കണക്കാക്കുന്നത് പെർ സെക്കൻഡാണ്, അപ്പോൾ മാസ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വോള്യം പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് റോ ഇൻറ്റു വോള്യത്തിന് എനിക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഇൻറ്റു വൺ സൈഡിൽ നിന്ന് എഴുതാമല്ലോ. വൺ സൈഡിൽ നിന്ന് ലെങ്ത്ത് നിന്ന് എടുത്തോന്ന് വിചാരിക്കാം, ലെങ്ത്ത് പെർ സെക്കൻഡ് ഇല്ലേ. വോള്യം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെ വേണേൽ ഏരിയ എന്ന് എടുക്കാം, ഹൈറ്റിനെ വേണേൽ നമുക്ക് എച്ച് എന്ന് എടുക്കാം, അങ്ങനെ എടുക്കാമല്ലോ അല്ലേ. അങ്ങനെ ആകുമ്പോൾ റോ ഇൻറ്റു ഏരിയ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണ്, ആ ഡിസ്റ്റൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ആണ് ഇല്ലേ. അങ്ങനെയാണ് മാസിന് നമുക്ക് റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഇതിലേക്ക് വരേണ്ട കാര്യമല്ല, ഡെറിവേഷനിൽ എഴുതേണ്ട കാര്യമല്ല. ഞാൻ ജസ്റ്റ് ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഞാൻ എഴുതിയെന്ന് പറയുകയാണ്. ഇങ്ങനൊരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞതാണ്. മാസ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു റോ AV എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എങ്ങനെ വന്നു എന്ന് പറയാനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ ഈ ഒരു ABCD ഫേസിൽ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ ദി എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഏരിയ എന്ന് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഫിഗറിൽ ഈ ഒരു ഡിസ്റ്റൻസ് BF എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇല്ലേ, അതിനെ DX എന്ന് മാർക്ക് ചെയ്യുക. ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് DX. ആൻഡ് FG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇസ് DY. ഓക്കെ, ദെൻ ഈ HG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇസ് DZ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ABCD എന്ന ഫേസിൻ്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ ഓഫ് ഫേസ് ABCD എന്തായിരിക്കും, ABCD എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇസ് DY ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് DZ. That is area is dy into dz. Velocity in x direction നമുക്കറിയാം എന്താണ്, velocity in x direction is നമ്മൾ ഡിനോട്ട് ചെയ്തു u. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, mass of fluid entering the phase ABCD. Mass of fluid entering the phase ABCD is equal to rho into velocity in the x direction is u into area is dy into dz. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ABCD ഫേസിലൂടെ നമ്മുടെ കൺട്രോൾ വോളത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഇൻക്രീസ് ഓഫ് മാസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ഈ ഫേസിലൂടെ ഫ്ലൂയിഡ് എൻ്റർ ചെയ്തു, ഈ ഫേസിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ സം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള അത്രയും ഫ്ലൂയിഡ് എക്സ്ട്രാ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുമല്ലോ. ഇതിലൂടേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഫ്ലൂയിഡിൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡും കൂടെ പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഈ ABCD ഫേസിൽ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിനേക്കാട്ട് കുറച്ച് അധികമായിരിക്കും EFGH ഫേസിലൂടെ പുറത്ത് പോകുന്ന ഫ്ലൂയിഡ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി ഇസ് റോ u dy ഇൻറ്റു dz. അപ്പോൾ ഓരോ യൂണിറ്റ് ലെങ്ത്തിനും ഇൻക്രീസ് ഇൻ മാസസ്, ഇതൊന്നും നിങ്ങളുടെ ഡെറിവേഷൻ ഇല്ല, നിങ്ങൾ ഈ മാസ് ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ABCD മാത്രമേ ഡെറിവേഷൻ വേണ്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, ഓരോ യൂണിറ്റ് ലെങ്ത്തിനുള്ള ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ നമ്മുടെ മാസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, റോ u dy ഇൻറ്റു dz. ഓരോ യൂണിറ്റ് അതായത് ഈ ഒരു ഫ്ലൂയിഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഓരോ യൂണിറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻക്രീസ് ഇൻ ഫ്ലൂയിഡ് ഇസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു dy ഇൻറ്റു dz. അങ്ങനെ എത്ര ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തു,
ഇവിടുന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തു, എന്നിട്ടല്ലേ ഈ EFGH സൈഡിലൂടെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ CG ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് DX ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തു. ഓരോ യൂണിറ്റ് ലെങ്ത്തിനും ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ മാസ് ഇസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു റോ യു DY/dz. അപ്പോൾ DX ലെങ്ത്തിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഓഫ് മാസ് എത്രയായിരിക്കും? ഫോർ DX ലെങ്ത്ത്, ഫോർ DX ഇതൊന്നും എഴുതരുത്തിട്ട് നോട്ടിൽ. ഫോർ DX ലെങ്ത്ത് ഇൻക്രീസ് ഓഫ് മാസ് is equal to ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു DY/dz ഇൻറ്റു DX. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ മാസ് ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ABCD ഈസ് ഈക്വൽ ടു റോ യു DY/dz എന്ന് എഴുതുക. അതിനുശേഷം എഴുതേണ്ടത് മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിങ് the side ABCD, leaving the side EFGH എത്രയായിരിക്കും? നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത ഫ്ലൂയിഡും ഈ DX ലെങ്ത്തിലുണ്ടായ ഇൻക്രീസ് ഇൻ മാസും ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് റോ യു DY/dz ഉണ്ടാവും, അതിൻ്റെ കൂടെ ഈ ഒരു ഇൻക്രീസ് ഇൻ മാസും ഉണ്ടാവും. ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു DY/dz ഇൻറ്റു DX. ഓക്കെ, ഇതായിരിക്കും മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ദ സൈഡ് EFHG. അപ്പോൾ ഈ ഒരു കൺട്രോൾ വോള്യത്തിൽ നമ്മളെടുത്ത ഈ ഒരു സെക്ഷനിൽ ഈ ABCD സൈഡിലൂടെ എൻ്റർ ചെയ്ത ഫ്ലൂയിഡിനെക്കാട്ടും കുറച്ചധികമാണ് EFGHലൂടെ ലീവ് ചെയ്ത ഫ്ലൂയിഡ്. ഇപ്പോൾ ഗെയിൻ ഇൻ മാസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ EFGHലൂടെ പുറത്തേക്ക് പോയ എമൗണ്ട് ഓഫ് മാസ് മൈനസ് ABCDയിലൂടെ എൻ്റർ ചെയ്ത എമൗണ്ട് ഓഫ് മാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത കൺട്രോൾ വോള്യത്തിലുള്ള ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ, ഗെയിൻ ഓഫ് മാസ്, നമ്മളിപ്പോൾ എക്സ് ഡയറക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ ആസ് ഈക്വൽ ടു എന്താണ്? മാസ് ലീവിങ് ദ സൈഡ് EFGH മൈനസ് മാസ്, സോറി ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചാണ് എഴുതേണ്ടത്. മാസ് എൻ്ററിങ് ദ സൈഡ് ABCD മൈനസ് മാസ് leaving the side EFGH, okay. അപ്പോൾ mass entering the side ABCD is rho u DY/dz. then mass leaving the side EFGH is rho u DY/dz plus ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു DY/dz ഇൻറ്റു DX. ഓക്കെ, അപ്പോൾ ഈ റോ യു DY/dz മൈനസ് റോ യു DY/dz ഇവിടുന്ന് ക്യാൻസലായി പോവും. അപ്പോൾ ഇതിൽ ബാക്കി ഉണ്ടാവുക മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു DY/dz DX. ഇതാണ് ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പൈപ്പിലുള്ള ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുത്തു, അതിൻ്റെ 3 ഡയമെൻഷൻ ഫിഗർ വരച്ചു നമ്മൾ. എന്നിട്ട് ഈ ABCD സൈഡിൽ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. ദെൻ EFGH സൈഡിൽ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. ഈ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെയും എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഗെയിൻ ഓഫ് മാസ് ഇൻ ഈ കൺട്രോൾ വോളിയം. അപ്പോൾ അത് നമുക്ക് എക്സ് ഡയറക്ഷനിൽ കിട്ടിയത് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു DY/dz ആൻഡ് DX ആണ്. റോ യു DY/dz ഇൻറ്റു DX. ഓക്കെ, സെയിം ആണ് Y ഡയറക്ഷനിലും Z ഡയറക്ഷനിലും. ഗെയിൻ ഓഫ് മാസ് ഇൻ Y ഡയറക്ഷൻ, അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് എക്സാമിന് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. മൈനസ് ഡോ ബൈ ഡോ Y ഓഫ് റോ ഇൻറ്റു യുവിന് പകരം എന്ത് വരും? Y ഡയറക്ഷൻ ആകുമ്പോൾ V എന്ന് വരും, ഇൻറ്റു DY/dz DX. അതേപോലെ ഗെയിൻ ഓഫ് മാസ് ഇൻ Z ഡയറക്ഷൻ എന്ത് വരും? മൈനസ് ഡോ ബൈ
ഡോ സെഡ് ഓഫ് റോ വിക്ക് പകരം ഡബ്ല്യു വരും, ഡി വൈ ഡി സെഡ് ഡി എക്സ്. ഗെയിൻ ഓഫ് മാസ് ഇൻ സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ ഒരു പോർഷനിലൂടെ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ്, ഈ ഒരു പോർഷനിലൂടെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ്, അങ്ങനെയൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡയറക്ഷനിലുള്ള ഗെയിൻ ഓഫ് മാസ് കിട്ടി. ഇപ്പം നെറ്റ് ഗെയിൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സം ആയിരിക്കും. നെറ്റ് ഗെയിൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സം ആയിരിക്കും. അതായത് മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി എക്സ് ഡി വൈ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം, പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ വൈ ഉണ്ടോ, ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. നെറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ പ്ലസ് ഗെയിൻ ഓഫ് മാസ് ഇൻ വൈ ഡയറക്ഷൻ പ്ലസ് ഗെയിൻ ഓഫ് മാസ് ഇൻ സെഡ് ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മാസ്, തിയറി ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഗെയിൻ ഇൻ മാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ക്യൂബിൻ്റെ ഉള്ളിൽ ഉള്ള വാട്ടറിൻ്റെ മാസ്സാണ് അല്ലേ? മനസ്സിലായിട്ടുണ്ടോ? ഈ എ ബി സി ഡി പോർഷനിലേക്ക് നമ്മളൊരു വോളിയം ഓഫ് വാട്ടർ എൻ്റർ ചെയ്തു. ഇവിടുന്ന് ലീവ് ചെയ്യുമ്പോൾ ഈ വന്ന വാട്ടറിനേക്കാൾ കൂടുതൽ ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയുന്നൊരു സാധനമല്ല ഈ കൂടുതൽ ഉണ്ടാകുന്ന മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് വന്നു, പ്ലസ് ഈ ഒരു കൺട്രോൾ വോളിയത്തിൻ്റെ ഉള്ളിലുള്ള മാസും കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് കുറച്ചധികം ഫ്ലോ ഇതിൻ്റെ പുറത്തേക്ക് പോയത് അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ്, ഇത് ഒരു എം ടി സ്പേസ് ആണെങ്കിൽ ഇവിടുന്ന് വരുന്ന എമൗണ്ട് തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് പുറത്തേക്ക് പോയത് ഏതൊക്കെ ഫ്ലൂയിഡാണ്? ഈ വരുന്ന ഫ്ലൂയിഡും ഈ ക്യൂബിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡുമാണ് പുറത്തേക്ക് പോയത്. ഓക്കെ, അപ്പോൾ ഈ ഗെയിൻ ഇൻ ഫ്ലൂയിഡ് ഓർ ഗെയിൻ ഇൻ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓർ മാസ് ഓഫ് ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ക്യൂബ്. ഗെയിൻ ഇൻ മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ ദി ക്യൂബ് ഓർ കൺട്രോൾ വോളിയം. ഓക്കെ, അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലുള്ള വോളിയം ഓഫ് ഓർ മാസ് ഓഫ് വാട്ടർ എന്തായിരിക്കും? മാസ് ഓഫ് വാട്ടർ ഇൻസൈഡ്, ഈ ഒരു സെൻറ്റൻസ് എഴുതരുത് ഡെറിവേഷനിൽ, മാസ് ഓഫ് വാട്ടർ ഓർ മാസ് ഓഫ് ഫ്ലൂയിഡ് inside the control volume, mass of fluid inside the control volume is equal to എന്താ വരിക? റോ ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഏരിയ അല്ലേ? മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കൺട്രോൾ വോളിയം ഇസ് മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണ് വരിക അല്ലേ? മാസ് ബൈ ഡെൻസിറ്റി, സോ മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് റോ ഇൻറ്റു വോളിയം. അപ്പോൾ റോ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ക്യൂബ് എന്താ? ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ്. റോ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് ആണ് വോളിയം വരിക. അപ്പോൾ അക്കോർഡിംഗ് ടു conservation of mass, gain of mass in control volume is equal to rate of increase of mass of fluid inside the cube. Rate of increase of mass of fluid, ഇതൊക്കെ എഴുതിക്കോട്ടെ നോട്ടിൽ. Rate of increase of mass of fluid within the control volume. കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈപ്പ് നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത ആ ക്യൂബിക്കൽ പാർട്ടാണ് കേട്ടോ. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദി കൺട്രോൾ വോളിയം. ഗെയിൻ ഓഫ് മാസ് എത്രയാണ് നമുക്ക്? മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു റോ ഡബ്ല്യു. അതെന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഇൻറ്റു ഒരു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉണ്ട് അല്ലേ? ഡി എക്സ് ഡി വൈ ഡി സെഡ് അതെന്തിന് ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദി കൺട്രോൾ വോളിയം. നമ്മളിവിടെ എഴുതി വെച്ചത് എന്താണ്?
മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കൺട്രോൾ വോളിയമാണ്, റേറ്റ് അല്ല എഴുതിയത്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ d/dt ചെയ്യണം. ഓക്കെ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞാൽ d/dt ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ കൺട്രോൾ വോളിയം, റോ ഇൻറ്റു dx ഇൻറ്റു dy ഇൻറ്റു dz. അപ്പോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ ഈ dx dy dz രണ്ട് ഭാഗത്തുണ്ട്, അത് ക്യാൻസലായിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് d/dx ഓഫ് റോ യു പ്ലസ് തന്നെയാണ് ഡോ/ഡോ/y ഓഫ് റോ വി പ്ലസ് ഡോ/ഡോ/z ഓഫ് റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി. ഡോ ആണ് കേട്ടോ ഇവിടെയൊക്കെ, ഡോ റോ ബൈ ഡോ ടി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ ഡോ റോ ബൈ ഡോ ടീനെ അല്ല, നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് ഇതല്ലേ മൈനസ്, ഈ എൻ്റയർ ടേമിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ മൊത്തമായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് വരും? ഇക്വേഷൻ ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 dimension. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 dimension അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നൊക്കെ പറയും. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 dimension എന്നൊക്കെ പറയും. ഓക്കെ, നമുക്ക് മിക്കവാറും ഈ ഇക്വേഷൻ നമുക്ക് യൂസ്ഫുൾ ആവാറില്ല. നമുക്ക് വേറൊരു ഇക്വേഷനാണ് എപ്പോഴും യൂസ്ഫുൾ ആവുക. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഇസ് വാലിഡ് ഫോർ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, പിന്നെ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആണ്. ഏത് ടൈപ്പ് ഓഫ് ഫ്ലോയ്ക്കും ഇത് കോമൺ ആണ്. അപ്പോൾ നമ്മളൊരു സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ, സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഫോർ സ്റ്റഡി ഫ്ലോ. സോ ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലോ റോ സെയിം ആണ്, റോ ഇസ് സെയിം. അപ്പോൾ എല്ലായിടത്തും ഉള്ള റോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്കാണ് നമ്മളെപ്പോഴും കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുക. ഫോർ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മൾ ഇക്വേഷൻ ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡബ്ല്യു റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റഡി ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0. ഇത് 0 ആയിപ്പോയി. പിന്നെ ഏതാ ഉള്ളത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ ഡബ്ല്യു ഓഫ് റോ ഡബ്ല്യു ഈക്വൽ ടു 0 ആണ് ഉള്ളത്. അപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ ഈ റോ കോമൺ ആയിരിക്കും, റോ സെയിം ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ റോനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഉള്ളിൽ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എന്താ, നമുക്ക് ഈ റോയും കൂടെ ക്യാൻസൽ ആക്കാമല്ലോ. നമ്മൾ ഇക്വേഷൻ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇനി ഇത് 2 dimension ഫ്ലോ ആണെങ്കിൽ ഇക്വേഷൻ വരിക ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. 2 കോമ്പണൻറ്റേ ഉണ്ടാവുള്ളൂ ഫോർ 2 dimensional ഫ്ലോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഡെറിവേഷൻ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഡെറിവേഷനാണ് യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചത് ഫോർ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 2 dimension എന്നാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നില്ല. ഇതിൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ എന്നാണെങ്കിൽ ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ഇക്വേഷൻ ഫോർ 2 dimensional ഫ്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ ഡെറിവേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്, പഠിക്കാം. ഓക്കെ.